സാനു മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് പൊയിനാച്ചി പള്ളിയിലെ തിരുനാൾ കൂടാൻ വേണ്ടിയിട്ടാണ്. ആ ഇടവകയിലെ ഒരു അംഗവും മുന്നാട് AP സ്കൂൾ അധ്യാപകനുമായ NM തോമസ് ക്ഷണിച്ച പ്രകാരമാണ് ഞാൻ പോകുന്നത്. ഏകദേശം 5 വർഷമായി ഇവിടെ പള്ളി സ്ഥാപിക്കുകയും ആരാധന തുടങ്ങുകയും ചെയ്തിട്ട്. കാസർഗോഡിനും കാഞ്ഞങ്ങാടിനും നടുക്കായിട്ട് ദേശീയപാതയിൽ പൊയിനാച്ചി എന്ന സ്ഥലത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അവിടെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുനാളാഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നാട് പീപ്പിൾസ് കോളേജിലെ ബിൻഡോ എന്ന MBA വിദ്യാർത്ഥിയും കൂടെയുണ്ട്. ഞങ്ങൾ ആക്റ്റീവയിൽ കയറി ഒരു സഞ്ചാരം നടത്തുകയാണ്. കാസർഗോഡ് നിന്നും ഏകദേശം അരമണിക്കൂറോളം സഞ്ചരിച്ചാലാണ് പൊയിനാച്ചിയിൽ എത്താൻ കഴിയുന്നത്. അപ്പോൾ യാത്ര തുടങ്ങാം. നമ്മൾ ദേവാലയത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ആഘോഷ പരിപാടികളെല്ലാം തുടങ്ങാനുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ആഘോഷത്തിന് മാറ്റുകൂട്ടാനായിട്ട് പഞ്ചവാദ്യ സംഘം എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രകടനം
അറിയിപ്പ് കേട്ടിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയായിട്ടുള്ള പ്രദക്ഷിണം നടക്കാൻ പോവുകയാണ്. നമുക്ക് ആ പ്രദക്ഷിണം കാണാൻ വേണ്ടി പെരുന്നാൾ സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ തോമസിനെ കണ്ടുകിട്ടി. ഇവിടെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം മുന്നാട് AUP സ്കൂൾ അധ്യാപകനാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ പൊയിനാച്ചി സെന്റ് മേരീസ് പള്ളി യൂണിറ്റിൻ്റെ സെന്റ് മേരീസ് പള്ളി യൂണിറ്റിൻ്റെ പ്രസിഡന്റാണ്. ഇദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ട് വളരെ നമുക്ക് ഭാഗ്യമുണ്ടായി. ത്തിൻ്റെയും അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ പരിചയമുള്ളവരെ കണ്ട് പരിചയം പുതുക്കുന്നതിനും പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതിനൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പള്ളി എന്നറിയപ്പെടുന്നത് തന്നെ ഒരു പൂന്തോട്ടത്തിൻ്റെ പേരിലാണ്. അവിടുത്തെ കൈക്കാരനായ ജോർജ് നിർമ്മിച്ച ഈ പൂന്തോട്ടം നമുക്കൊന്ന് കാണാം.
ദേവാലയത്തിൽ ഒരു പശുക്കുട്ടിയെയും വളർത്തുന്നുണ്ട്. ഇവിടെ തെങ്ങിൻ തോട്ടമാണ് ഈ കാണുന്നത്. ഇവിടെ ഓരോ തെങ്ങിൻ്റെ ചുവട്ടിൽ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും തെങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പൊതയിട്ടിരിക്കുന്നു. ഇങ്ങനെ പൊതയിട്ടിരിക്കുന്നത് നല്ലൊരു പരിസ്ഥിതി സംരക്ഷണ മാർഗമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലെത്തുന്ന ജലത്തെ കൂടുതലായിട്ട് അവിടെ പിടിച്ചു നിർത്താൻ ഇത്തരം പൊതയിടൽ സഹായിക്കും. മാത്രമല്ല ഇത് മഴക്കാലത്ത് ചീഞ്ഞളിഞ്ഞ് തെങ്ങിന് തന്നെ വളമാവുകയും ചെയ്യും. പിന്നെ ഇവിടുത്തെ പരിസരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഈ ഒഴിവുള്ള തെങ്ങിൻ തോട്ടത്തിലുള്ള ബാക്കി സ്ഥലങ്ങളെല്ലാം അവിടുത്തെ കാട് വെട്ടി അവിടെ തന്നെ പൊതയിട്ടേക്കുക. സാധാരണ ചെയ്യുന്നത് ഇതെല്ലാം കത്തിച്ച് വെണ്ണീറാക്കി മാറ്റുകയാണ്. ഈ പ്രവർത്തനം മണ്ണിലെ ജലസംരക്ഷണത്തിന് വളരെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ തെങ്ങിൻ തോട്ടം എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ വാഴത്തോട്ടം കാണാൻ പോവാം. ഇതാണ് പള്ളിയിലെ വാഴത്തോട്ടം. ഇവിടെ ഞാലിപ്പൂവൻ വാഴയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നതാണ് ബന്ധപ്പെട്ടവർ നമ്മളെ ഇത് പറയുന്നത്. ഇപ്പോൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വളമെല്ലാം കൂടി തോട്ടത്തിനടുത്ത് തന്നെ വെച്ചിരിക്കുന്ന ഒരു ഡ്രമ്മിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ്. കടലപ്പിണ്ണാക്കോടെ ഇട്ട് വെള്ളം ചേർത്ത് ഒരാഴ്ചയോളം പുളിപ്പിച്ചതിന് ശേഷമാണ് ചെടികൾക്ക് ചേർത്ത് കൊടുക്കുന്നത്. ടോജോയോടൊപ്പം അംഗൻവാടി വിദ്യാർത്ഥിയായ ക്രിസ്വിനും കൂടെയുണ്ട്. എല്ലാത്തിനും അച്ഛൻ്റെ കൂടെ എപ്പോഴും കൂടെ നടക്കും. എനിക്ക് എൻ്റെ മനസ്സിനൊരു നല്ല തൃപ്തി കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കിന്നെ തോന്നിയത്. ഇതിനകത്ത് ലാഭനഷ്ടം നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലത്. പിന്നെ ഇതിന് നല്ല എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മളെ വികാരിയച്ഛൻ മാണി ബലപ്പെട്ടാണ് തരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർമാർ എല്ലാവരും എനിക്ക് വളരെ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്കെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായി മാറിയിരിക്കുകയാണ്. രാവിലെ ഒരു 7:30 ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ 8:30 വരെ പൂന്തോട്ടത്തിൽ പിന്നെ ഇതിനെ പരിഹരിക്കും. അതിന് ശേഷം പിന്നെ അതിന് ശേഷം പിന്നെ ഞാനൊരു രാത്രി വരും. രാത്രി ആകുമ്പോൾ വൈകിട്ടൊരു എൻ്റെ ജോലിയെല്ലാം തീർന്നതിന് ശേഷം ഒരു 8 മണി സമയം വന്നിട്ട് ഞാൻ സ്പ്രിങ്ക്ലർ ഓണാക്കി ഇതിന് നനയ്ക്കും. അതാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ പൂവെല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ പൂനാച്ചി പള്ളിയിലേക്കും പിന്നെ പൂനാച്ചി പള്ളിയുടെ മേജർ പള്ളിയായ കാസർഗോഡ് സെൻറ്റ് ജോസഫ് ദേവാലയത്തിലേക്കുമാണ്. അപ്പോൾ ഇടവക്കാരുടെയും പിന്നെ എൻ്റെ സഹപ്രവർത്തകരായ കൈക്കാരൻ ജോർജ് കാര്യവേലി, അതേപോലെ കമ്മിറ്റിക്കാർ, പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ട സിസ്റ്റേഴ്സ്, ഇവിടുന്ന് മുമ്പ് പോയ സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ സിസ്റ്റർ വിനീത, അതേപോലെ ഇപ്പോൾ ഉള്ള സിസ്റ്റർ ലിസി, അതേപോലെ ഈ ഇടവയിലുള്ള എല്ലാവരും പിന്നെ എനിക്ക് വളരെ പ്രോത്സാഹനം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കൈക്കാരൻ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചാലും എന്നെ ഈ ഇടവക്കാരെന്നെ മാറ്റാൻ സമ്മതിക്കുന്നില്ല. എന്നോട് അത്രയും വലിയ സ്നേഹമല്ല. അത് എല്ലാറ്റിനും പിന്നെ ദൈവത്തോടെ നന്ദി പറയുന്നത്. അത് ഇതിന് വിത്തൊക്കെ അവിടെ നിന്ന് സംഘടിപ്പിച്ചേ? വിത്ത് പിന്നെ അത് ഈ നമ്മുടെ ഗവൺമെൻറ്റിലെ സിസ്റ്റേഴ്സ് ആസാമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ സീനിയറുടെ വിത്ത് ആസാമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമുക്കത് ചെയ്തത്. അത് പിന്നെ നമ്മൾ കാലാകാലങ്ങളിൽ ഈ വിത്ത് ശേഖരിച്ച് വെച്ചിട്ട് അപ്പോഴത്തേക്ക് പിന്നെ ആദ്യം കൊണ്ടുവന്ന ഒരു കളറാണെങ്കിലും ഇപ്പോൾ പല കളറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പരാഗണം നടത്തിയിട്ടാണെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓട്ടോമാറ്റിക് ഇപ്പോൾ പല കളറിലുള്ള പൂക്കളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒറ്റ കളറിൻ്റെ ആയിരുന്നു. പക്ഷേ വീണ്ടും പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ഈ ഏകദേശം ഈ ചുമപ്പ് കളർ, പിന്നെ ഇങ്ങനത്തെ ഇതല്ലേ ഈ കാണുന്നില്ല, മറ്റേ 2 കളറേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ വെള്ള, മഞ്ഞ അങ്ങനെയൊക്കെ കളറിലുള്ള പൂക്കൾ പിന്നെ ഉണ്ടാകാൻ തുടങ്ങി. വെള്ളമെല്ലാം ചേർത്ത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. 2 ആഴ്ച ഇങ്ങനെ ഇതേ അവസ്ഥയിലിരിക്കുമ്പോൾ നന്നായിട്ട് പുളിച്ചു വരും. ഇത് പുളിച്ചതിന് ശേഷം റോസ് ചെടികളുടെ എല്ലാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റു രാസവളങ്ങളൊന്നും ചേർക്കുന്നില്ല. പൊയിനാച്ചിയിലെ ചെറിയ ദേവാലയം
ഇന്ന് ഈ പൂന്തോട്ടത്തിൻ്റെ പേരിൽ ജില്ലയിൽ അറിയപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയമായി മാറിക്കഴിഞ്ഞു. എത്രയെത്ര വർണ്ണ പുഷ്പങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്കൊരു മനസ്സിന് സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ ഇവിടെ സന്ദർശിക്കുന്ന ഓരോ വ്യക്തിക്കും പ്രചോദനം ഉണ്ടാക്കത്തക്ക രീതിയിലാണ് ജോജോയുടെ നേതൃത്വത്തിൽ പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പൂന്തോട്ടം നിർമ്മിച്ച ജോജോയ്ക്കും അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഈ ഇടവകയിലെ വികാരിക്കും അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾക്കും എല്ലാം നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ഇവിടെ ഈ കാസർഗോഡ് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പൊയിനാച്ചി പള്ളിയിൽ വരണം. ഇവിടുത്തെ ഈ പൂന്തോട്ടം കാണണം. നിങ്ങളുടെ നാട്ടിലെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു പൂന്തോട്ടം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം വളരെ വലുതാണെന്നാണ് ജോജോ പറയുന്നത്. അതിനുവേണ്ടി രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ അദ്ദേഹം ചെലവഴിക്കുന്നു. നിങ്ങളുടെ TV ഒക്കെ കണ്ട് സീരിയലൊക്കെ കണ്ട് നിങ്ങളുടെ മനസ്സ് മലിനമാക്കാതെ ഇത്തരം ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യത്തിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.